ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ സി സദാനന്ദൻ മാസ്റ്ററെ ബി.ജെ.പി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. രാഷ്ട്രപതി ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കി കഴിഞ്ഞു. മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉജ്ജൽ നിഗം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ ശുക്ല, പ്രശസ്ത ചരിത്രകാരിയും അക്കാദമി വിദഗ്ധയുമായ മീനാക്ഷി ജെയിൻ എന്നിവരും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തവരിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ സി സദാനന്ദൻ മാസ്റ്റർ 24-നൊപ്പം ചേരുകയാണ്. അരുൺ പൂപ്പറമ്പ് അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഗുഡ് മോർണിംഗ് അരുൺ. അദ്ദേഹത്തിനൊരു അഭിനന്ദനം പറഞ്ഞേക്കണം എൻ്റെ പേരിൽ, ചാനലിൻ്റെ പേരിലും. ഓക്കെ, ഓവർ ടു യു. SKN സദാനന്ദ മാഷ് നമ്മോടൊപ്പം ഉണ്ട്. മാഷിന് ആദ്യമായിട്ട് SKN അഭിനന്ദനം അറിയിക്കുകയാണ്. ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചോ? എന്താണ് ഈ നിമിഷം പറയാൻ? ലഭിച്ചു. രാവിലെ പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് മോദിജി തന്നെ നേരിട്ട് സംസാരിച്ചിരുന്നു. ഒരു ദൗത്യം ഏൽപ്പിക്കാൻ പോവുകയാണ്, അത് സന്തോഷത്തോടെ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മോദിജി സംസാരിച്ചിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം. ഒരു പാർട്ടി തരുന്നൊരു രാഷ്ട്രീയമായ ഒരു അംഗീകാരം കൂടിയായി അതിനെ കാണുന്നു. തീർച്ചയായിട്ടും പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഏത് കാര്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളവും അവർ മുന്നോട്ട് വയ്ക്കുന്ന, ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് സേവനമാണ് സംഘടനാ പ്രവർത്തനം എന്നതാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സേവനത്തിനുള്ള ഏത് മേഖലയായാലും ഏത് ഉപാധിയിലൂടെയാണെങ്കിലും അത് ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സന്ദേശമായിട്ട് കൂടി ഈ നിർദ്ദേശത്തെ സ്വീകരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ പൊതുപ്രവർത്തനത്തിൽ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ അതിക്രമങ്ങൾക്കൊക്കെ നേരിടേണ്ടി വന്നു. അങ്ങനെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെ പാർട്ടി പ്രവർത്തകർ പറയുന്ന രീതിയിലൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു പൊതുപ്രവർത്തന ജീവിതം, അതിനൊടുവിൽ ഇങ്ങനൊരു അംഗീകാരം എങ്ങനെയാണ് വൈകാരികമായി കൂടി? തീർച്ചയായിട്ടും സംഘടനാ പ്രവർത്തനത്തിനിടയിൽ ഇപ്പം ഞാൻ മാത്രമല്ല, അനേകം ആളുകൾ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച്, കേരളത്തിലെമ്പാടുമുണ്ട്, അതിൽ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനത്തിനിടയിൽ ഇതുപോലെ സഹിക്കേണ്ടി വന്ന 100 കണക്കിന് പ്രവർത്തകരുണ്ട്. അവർ ശാരീരികമായ ആക്രമണത്തിന് വിധേയരായവരുണ്ട്. മറ്റ് ചില സന്ദർഭങ്ങളിൽ ജയിലിൽ പോകേണ്ടി വന്നവരുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ നമുക്കങ്ങനെ കാണാൻ സാധിക്കും. അത്തരം ആളുകളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സ്വപ്നമെന്ന് പറയുന്നത് പാർട്ടിയുടെ ആത്യന്തികമായ വിജയത്തെയാണ്, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ സാഫല്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സംഭവിച്ച ഈ ഒരു സംഗതി, എൻ്റെ നേരെ വന്ന ഈ ഒരു ആക്രമണം, അതങ്ങനെയാണ് കാണുന്നത്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നീട് പ്രവർത്തിക്കാനുള്ളൊരു തടസ്സമായിട്ടോ അല്ലെങ്കിൽ മനസ്സിനെ ദുർബലപ്പെടുത്തുന്ന എന്തെങ്കിലും സാഹചര്യമായിട്ടോ പരിണമിക്കുന്നതിന് പകരം കൂടുതൽ ആത്മവിശ്വാസത്തോടെ സംഘടനാ പ്രവർത്തനത്തിൽ, സമാജ സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തകർക്ക് വൈകാരികമായൊരു ബന്ധം അങ്ങയോടെ ഉണ്ട്. അപ്പോൾ പാർട്ടി ഈ അംഗീകാരം നൽകിയത് ഏതെങ്കിലും തരത്തിൽ വൈകി എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പാർട്ടിയുടെ അംഗീകാരം എന്ന് പറയുന്നത് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നതല്ലല്ലോ. പാർട്ടി നമുക്കെന്ത്, ഞാൻ എന്താണ്, എനിക്കെന്താണ് ചെയ്യാൻ സാധിക്കുക എന്നതിൻ്റെ ഒരു വിലയിരുത്തൽ പാർട്ടിക്കും സംഘടനയ്ക്കുമുണ്ട്. ആ വിലയിരുത്തൽ അനുസരിച്ച് സമയാസമയങ്ങളിൽ നമുക്ക് ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കും. ആ ദൗത്യം നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വൈകിയെന്നോ അല്ലെങ്കിൽ നേരത്തെ ആയിപ്പോയി എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. എപ്പോഴാണോ പാർട്ടി ആ നിലയ്ക്ക് പറ്റിയ സമയത്ത് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കാണുന്നത്. സംസ്ഥാനത്ത് BJP നേതൃത്വത്തിലും അതിൻ്റെ ഒരു വലിയ മാറ്റം പ്രവർത്തനങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നു. അത് അണികളിലിടയിലും ആ ഒരു ഊർജ്ജം വരുന്നു എന്നൊക്കെ ഒരു തോന്നലുണ്ട്. അപ്പം അതിനൊപ്പം സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണ്. അതെ, തീർച്ചയായിട്ടും പാർട്ടിയുടെ മാറ്റം എന്ന് പറയുന്നത് അത് ഇന്നലെ ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളതല്ല. പാർട്ടിയുടെ ആരംഭകാലം മുതൽ തന്നെ, ഒരു പക്ഷേ വിളിച്ചാൽ 4 ആളെ കിട്ടാത്ത കാലഘട്ടത്തിൽ പോലും പ്രവർത്തിച്ച കാര്യകർത്താക്കളുണ്ട്, സമർപ്പിതരായി പ്രവർത്തിച്ചവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രവർത്തനത്തിൻ്റെ നൈരന്തര്യമാണ്. അപ്പോൾ അത് കാലത്തിനനുസരിച്ചുള്ള പരിവർത്തനങ്ങൾ അതിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പാർട്ടി ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, വികസിത കേരളം എന്നുള്ളത്. ഈ വികസിത കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ട് തഴമ്പിച്ച കുറേ വാചാടോപങ്ങളും അല്ലെങ്കിൽ വാഗ്ധോരണികളും എന്നതിനപ്പുറത്ത് സാക്ഷാത്കരിക്കപ്പെടേണ്ട ലക്ഷ്യമാണ് എന്ന നിലയ്ക്ക് പ്രവർത്തകരെ ബോധവാന്മാരാക്കുകയും അതനുസരിച്ച് സമൂഹത്തെ പരിവർത്തിതമാക്കുകയും ചെയ്യുക എന്നൊരു ദൗത്യം പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മാറ്റം പാർട്ടിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ആ മാറ്റത്തെ പ്രവർത്തകർ സർവാത്മന സ്വീകരിച്ചിട്ടുണ്ട്. പൊതുസമൂഹവും സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പാർലമെൻ്ററി തലത്തിൽ അങ്ങേക്ക് ആദ്യമായി ഒരു ഇത്ര പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ലഭിക്കുന്നത്, എങ്ങനെ പ്രവർത്തനം എങ്ങനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകണമെന്നാണ് അങ്ങ്? തീർച്ചയായിട്ടും അതിലിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു
ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തന പരിചയം നമുക്ക് മുൻപില്ല. പക്ഷേ ആ പരിചയമുള്ള അങ്ങനെ പ്രവർത്തിച്ച് പിന്നെ വിജയം വരിച്ച ധാരാളം ആളുകൾ നമ്മുടെ മുമ്പ്, ഇപ്പം നമ്മുടെ ആരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രാജ്യസഭയിലും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലുമൊക്കെ പ്രവർത്തന മികവ് പ്രകടിപ്പിച്ച ഒരു മഹാപുരുഷനാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളുണ്ട്, ഇപ്പോൾ രാജ്യസഭയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ജനസേവനത്തിന് വേണ്ടി ഈ ഒരു സ്ഥാനം ഉപയോഗിക്കും എന്നുള്ളതാണ്. എന്തായാലും ആശംസകൾ, അഭിനന്ദനങ്ങൾ. ശരി, സന്തോഷം. 24 ചാനലിനും എല്ലാ ആശംസകളും നേരുകയാണ്. ശരി.